ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. എവിടെയാണെന്നല്ലേ? ബ്രിസ്റ്റൽ ടൗണിൽ. ഞാൻ സ്പൾബർ എന്ന് വിശേഷിപ്പിക്കുന്ന എൻ്റെ സ്വന്തം ഹസ്ബൻഡ് ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ ഫാമിലി മൊത്തം പോവാണ് കേട്ടോ ഷോപ്പിങ്ങിനായിട്ട്. ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ബർത്ത്ഡേ ആണ് 25th October. ആൾക്ക് 1 വയസ്സാവാണ്. അപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ യാത്ര. പിന്നെ അത് മാത്രമല്ല, ഇത് ബ്രിസ്റ്റോളിനെ കുറിച്ച് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ബ്രിസ്റ്റോളിനെ കുറിച്ച് ഒരു പ്രാവശ്യം പോലും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ ഇതായിക്കോട്ടെ ഒരു അവസരം എന്ന് വിചാരിച്ചാണ് ബ്രിസ്റ്റലിലെ ലൈഫ് സ്റ്റൈലും ബ്രിസ്റ്റലിലെ തിരക്കുമൊക്കെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രിസ്റ്റൽ സിറ്റിയിലേക്കും എൻ്റെ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് കേട്ടോ BBC. നിങ്ങളാരും BBC കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. ഇതാണ് ബ്രിസ്റ്റോൾ BBC. ഈ കാണുന്ന പച്ച വണ്ടി നമ്മുടെ നാട്ടിലെ ചുമന്ന ആനവണ്ടിയില്ലേ, ബസ്. അതാണ് ഇവിടുത്തെ ബസ്. അതിൽ അഡൽട്ടിൻ്റെ ചാർജ് 2 പൗണ്ടും കുഞ്ഞിൻ്റെ ചാർജ് 1 പൗണ്ടുമായിട്ടൊക്കെ യാത്ര ചെയ്യാവുന്നതാണ്. പിന്നെ ഈ നഗരത്തിൻ്റെ തിരക്കെന്ന് പറഞ്ഞോട്ടെ, ഇവിടെ പാർക്കിംഗ് സ്പേസ് ഒട്ടും അവൈലബിൾ അല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ സിറ്റിയിൽ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ either ബസ് എടുക്കുമോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഊബർ ബുക്ക് ചെയ്തൊക്കെ വരുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പെയ്ഡ് പാർക്കിംഗ് സ്പേസിൽ വേണം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അതിന് എക്സ്ട്രാ ചാർജസ് ആകും. ലണ്ടനും മാഞ്ചസ്റ്ററും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഫേമസ് നഗരമാണ് കേട്ടോ ബ്രിസ്റ്റൽ. കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ ഹൈ ആണ് ഇവിടെ. മോർഗേജ് ആണെങ്കിൽ പോലും റെൻറ്റ് ആണെങ്കിൽ പോലും ഏകദേശം ഒരു കൗണ്ടിയിൽ നിന്ന് ഏകദേശം ഒരു ഇരട്ടി പൈസ നമ്മളിവിടെ ചിലവാക്കേണ്ടി വരും. അത് ഇതിൽ പറഞ്ഞതിൻ്റെ അർത്ഥം 2 പേരും ഇവിടെ നന്നായിട്ട് ജോലി ചെയ്യാതെ നമുക്കൊന്നും സേവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ പാതകളെക്കുറിച്ച് പറയുവാണെങ്കിൽ സൈക്ലിസ്റ്റിന് വേറൊരു പാത, ബസ്സിന് വേറൊരു പാത, അങ്ങനെയൊക്കെയുണ്ട്. ഇവർ അവരുടെ ഇഷ്ടത്തിനൊക്കെയാണ് ഓടിക്കുന്നത്. നമ്മളവരെ ഹിറ്റൊന്നും ചെയ്യാൻ പാടില്ല. ഹിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫൈനും പണിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വണ്ടി ഓടിക്കുക. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം.